എൻ്റെ കയ്യിൽ മാഷിന്റെ കയ്യിൽ അടി കിട്ടിയതിൻ്റെ ആ വലിയ കൈ ഇങ്ങനെ കാണിച്ചു തന്നു. ഞാൻ ആലോചിച്ചപ്പോ അന്നത്തെ വികൃതികളായ കുറെ കുട്ടികൾ, ഞാൻ വികൃതികൾ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ വികൃതിയുടെ പേരിലല്ല, അന്ന് വളരെയേറെ പ്രവർത്തിക്കുകയും സഹകരിക്കുകയും ചെയ്ത കുട്ടികൾ അവരാണ്. എനിക്കപ്പോൾ പലരുടെയും പേര് ഓർമ്മ വന്നു. ജോൺസൺ, ആൻഡു, അനിൽ ബാബു, ഇങ്ങനെ കുറെ പേരുടെ, കമൽദാസ്, ഹരിദാസ്, ഞാൻ കുറെ ആളുകളുടെ പേര്, മറ്റുള്ളവരുടെ പേരൊക്കെ ഞാനിവിടെ നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇനി എത്രയോ പേര്, ആകെ 118 വിദ്യാർത്ഥികൾ ആ വർഷം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലായത്. ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഇവര് ഞാൻ നോക്കിയപ്പോ ബിയില് നോക്കിയപ്പോ അനിൽ ബാബു ആണ് നമ്പർ 1 പേര്. ആദ്യത്തെ പേര് അനിൽ ബാബുവിന്റെയാണ്. അക്ഷരത്തിന്റെ പേരിൽ വന്നതാണ് അനിൽ ബാബു എന്ന പേര്. ഇതിന് നേതൃത്വം കൊടുത്തതില് സൗദിയിൽ നിന്ന് വരികയാണെന്നാണ്. സൗദിയിൽ നിന്ന് ഈ ഒരു കാര്യത്തിന്, ഈ ഒരു സംഗമത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി അനിൽ ബാബു സൗദിയിൽ നിന്ന് വന്നു കേട്ടപ്പോ വളരെയേറെ സന്തോഷവും അഭിമാനവും തോന്നിയതാണ്. 85 ബാച്ചിലെ കുട്ടികൾ അന്ന് ജോലി അതുപോലെ ഉള്ള സെറ്റ്, അവരൊക്കെ ഇതുപോലെ തന്നെ ദുബായിൽ നിന്ന് ഈ ആവശ്യത്തിന് വേണ്ടി പറഞ്ഞ് ഇവിടെ വരികയും പിറ്റേ ദിവസം പോവുകയും ചെയ്ത കുട്ടികളാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പേര് എനിക്ക് കൃത്യമായിട്ട് അന്നത്തെക്കാളേറെ നിങ്ങൾ മാറിയിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് എന്നെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. കാരണം ഞാൻ മാറിയിരിക്കുന്നു. 87 കഴിഞ്ഞ് 97 കഴിഞ്ഞ് 2007, 2017, 30 വർഷം. ഞാൻ സർവീസിൽ നിന്ന് കഴിഞ്ഞിട്ടുള്ളത് 24 വർഷം. അപ്പൊ നിങ്ങൾ എന്നെ അധികം ഓർമ്മയുണ്ടാവില്ലെങ്കിൽ അന്നത്തെ ആ കുസൃതികളും ആ കുശുമ്പൂത്തലും കുന്നായ്മകളും അന്നത്തെ ആ വികൃതികളും ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ ഞങ്ങളെ ഈ വേദിയിൽ ഇരിക്കുന്നവരൊന്ന് പൊളിക്കാനാണ് വന്നിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത്. ഒന്ന് ഇവരെ അന്നത്തെ ആ കാലഘട്ടത്തില് ഇവരുടെ ആ വല്ലാത്ത പ്രവർത്തനങ്ങളെ ഒന്ന് പൊളിച്ച് കൊടുക്കുക, ഒന്ന് അവിടെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ദുരുദ്ദേശമല്ല, ഒരു സദുദ്ദേശവും കൂടി നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ. അങ്ങനെ ഒന്ന് പൊളിക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ തലമുറയിലെ കുട്ടികളെ പോലെയല്ല അന്നത്തെ തലമുറയിലെ കുട്ടികൾ. അന്ന് കുറെ കൂടി അച്ചടക്കവും വിനയവും അന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനോഹരമാക്കി തീർക്കുന്നതിന് വേണ്ടി എല്ലാ ക്ലാസ്സിലും ടേബിൾ നോട്ടും അതുപോലെ ഒക്കെ വയ്ക്കാൻ പറഞ്ഞത്. പരീക്ഷ കഴിഞ്ഞ പിറ്റേ ദിവസം ഇവിടെ വന്നപ്പോ ടീച്ചർമാരോട് പറഞ്ഞു, മാഷെ എല്ലാ ഫൗണ്ടേസും ടേബിൾ ക്ലോത്തൊക്കെ കാണില്ല, അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ അതിനോട് അധികം വികാരപരിതനായില്ല. കാരണം അത് കുട്ടികളുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു ചെറിയ ചലനം അല്ലെങ്കിൽ അവരുടെ ഒരു വികാര പ്രകടനം അല്ലെങ്കിൽ ഒരു ആഹ്ലാദ പ്രകടനം എന്ന് മാത്രമേ ഞാൻ അതിനെ കണ്ടുള്ളൂ. അല്ലാതെ ഇനി അവരെയൊക്കെ പിടിച്ച് ശിക്ഷിക്കണം, അവരുടെ SSLC പുസ്തകമൊക്കെ തടഞ്ഞു വയ്ക്കണം, അവരുടെ TC ഒന്നും കൊടുക്കരുത് എന്നെനിക്ക് തോന്നിയില്ല. കാരണം അത് നമ്മുടെ ആ പ്രായത്തിൽ 15, 16 വയസ്സിന്റെ പ്രായത്തിൽ ചെയ്യുന്ന ചില വികൃതികൾ അല്ലെങ്കിൽ ചില സരസമായ ചില പ്രവൃത്തികളായിട്ട് ഞാൻ ഇന്ന് യഥാർത്ഥത്തിൽ ഈ കൂട്ടായ്മയ്ക്ക് ഈ ഒത്തുചേരലിന് ഏറ്റവും അധികം പ്രചോദനമാവുകയും അതിനുവേണ്ടി മുൻകൈയെടുത്തത് അവരാണെന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം. കാരണം അവരോട് മറ്റൊരു രീതിയിലാണ് ഞാനും വിദ്യാലയത്തിലും പ്രവർത്തിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇത്തരം കാര്യങ്ങൾക്ക് കഴിഞ്ഞ ഈ 30 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിയാൽ അന്നത്തെ വിദ്യാർത്ഥികളൊക്കെ വിവിധ തലങ്ങളിൽ കുട്ടികളായിട്ടുണ്ടോ എന്തായാലും കുട്ടികളെ
വിവാഹ ജീവിതം കഴിഞ്ഞ് ആ തരത്തിൽ വന്ന ആളുകൾ ഉണ്ടാകാം, എല്ലാവരും ആ തരത്തിലായിരിക്കാം. കൃത്യമായിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം എല്ലാ വിദ്യാർത്ഥികളെയും യഥാർത്ഥത്തിൽ പേരെടുത്ത് പറയാൻ ഒരു കാലത്ത് എനിക്ക് സാധിച്ചിരുന്നു, ഇന്നത് സാധിക്കില്ല എന്ന് വിനയമോട് പറയുകയാണ്. എല്ലാവരെയും ഈ വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളെയും ആ 85 ബാച്ച് മുതൽ ഉള്ള കുട്ടികളെ മുഴുവൻ ഒരു കാലത്ത് പേരെടുത്ത് പറയാൻ കഴിയുന്നത്. ഇന്നും അവരുടെ ഓരോരുത്തരെയും എടുത്തു പറയുമ്പോൾ ജയശങ്കറിന് എടുത്തു പറയുമ്പോൾ എനിക്കറിയാം ജയശങ്കർ ഇന്ന് എത്തിച്ചേരാൻ കഴിയുന്നില്ല, എന്തോ ചെറിയൊരു അസുഖം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. അങ്ങനെ ഓരോരുത്തരെയും ഓരോ വിദ്യാർത്ഥിയെയും ഞാൻ ഈ അറ്റൻഡൻസ് രജിസ്റ്റർ നോക്കുകയായിരുന്നു. ഓരോരുത്തരെയും നോക്കിയപ്പോൾ എല്ലാവരെയും എനിക്ക് ചിരപരിചിതരായ കുട്ടികളാണ്. തീർച്ചയായിട്ടും എനിക്ക് അഭിമാനമുണ്ട്, ഈ വിദ്യാലയത്തിന് അഭിമാനമുണ്ട്. ഈ വിദ്യാലയത്തിന് സേവനം ചെയ്ത അധ്യാപികമാർക്കും അധ്യാപകർക്കും അഭിമാനമുണ്ട്. അന്നത്തിനേക്കാളും ഈ വിദ്യാലയം എത്രമാത്രം ഉയർന്നിരിക്കുന്നു, വളർന്നിരിക്കുന്നു. അതിനൊക്കെ കാരണം അന്ന് സേവനം ചെയ്ത അധ്യാപക സുഹൃത്തുക്കളാണെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നതിന് വളരെയേറെ ചില പരിമിതമുള്ള നേതൃത്വത്തിൽ വളരെ ശക്തമായ ഒരു മാനേജ്മെന്റ് ഉണ്ടായിരുന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ വിദ്യാലയത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് 4 ഘടകങ്ങളിൽ ചേർന്നതാണ്. ഒന്ന് വിദ്യാലയത്തിലെ അവരുടെ മാതാപിതാക്കൾ, PTA, പിന്നെ മാനേജ്മെന്റ്. ഒരു എയ്ഡഡ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് അത്ര പ്രസക്തമായ ഒരു ഘടകമാണ്. അവരെ നേർവഴിക്ക് നയിക്കുക എന്നുള്ളത് ഈ വിദ്യാലയവും മാനേജ്മെന്റും PTA-യും ചേർന്ന സംഘടനയാണ്. ഏറ്റവും ആദ്യത്തെ കാലത്തിലെ വിദ്യാർത്ഥിയായ ഈ ബാലകൃഷ്ണൻ എത്രയോ കാലം ഇപ്പോഴും PTA പ്രസിഡന്റാണ്. വളരെ ശക്തമായ നേതൃത്വമാണ് ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഈ വിദ്യാലയത്തിന്റെ PTA എനിക്ക് പോകുന്നത് എന്നൊരു അഭിമാനകരമായ കാര്യമാണ്. ഇനിയും എത്രയോ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, പങ്കുവയ്ക്കാനുണ്ട്. അതിനൊക്കെ ഈ ഇടയ്ക്കിടയ്ക്കുള്ള സന്ദർഭങ്ങളിൽ വിനിയോഗിക്കാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കാണാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ട് ഈ വിദ്യാലയത്തിന്റെ വളർച്ചയിൽ അഭിമാനം കൊണ്ടുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയുമുള്ള ഈ ചർച്ചകളിലും വേദികളിലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ അവസരം ലഭിക്കും. ഞാൻ മാത്രം ഈ വേദി കൈകാര്യം ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും ഇത്ര സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഈ സ്ഥലത്ത് ഈ വേദിയിൽ എത്തിച്ചേർന്ന ഈ സദസ്സിൽ എത്തിച്ചേർന്ന എല്ലാ വിദ്യാർത്ഥികളെയും അവരുടെ ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയും കുട്ടികളെയും എല്ലാം ഈ വിദ്യാലയത്തിലെ മറ്റു അധ്യാപക സുഹൃത്തുക്കളോടൊപ്പം അനുമോദിക്കുകയും ആദരിക്കുകയും അവർക്ക് വേണ്ട എല്ലാവിധ വിജയാശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലെ ബഹുമാനരായ അധ്യാപകരെ, PTA പ്രസിഡന്റ് ശ്രീ ബാലകൃഷ്ണൻ, അത്രയും സ്നേഹമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവരുടെ കുടുംബാംഗങ്ങളെ, കുട്ടികളെ, 2016 വർഷത്തിൽ സെപ്റ്റംബർ 14-ാം തീയതി ഈ പുനഃസമാഗമനത്തിനുള്ള ആദ്യത്തെ ഒരു യോഗം ശ്രീകൃഷ്ണ ഹൈസ്കൂളിന്റെ ഈ നാഴികയിൽ ആദ്യമായാണ് ചേരുകയുണ്ടായത്. കാണുമ്പോഴെല്ലാം സുഹൃത്തുക്കളോടെ ഈ പരിസരത്ത്, ഈ സ്കൂളിന്റെ പരിസരത്ത് താമസിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളോട് ഏത് സമയവും ചിലവഴിക്കാൻ ഉണ്ട് എന്ന് ആശ്വസിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളോട് പറയുമായിരുന്നു, നമ്മളൊരു നേരത്തെ ഏറ്റവും വെക്കേണ്ടേ അവരാണ് ശരി നോക്കാം എന്ന് പറഞ്ഞതല്ലാതെ അതിന്
ക്രിയാത്മകമായ ഞാൻ ആദ്യം പറഞ്ഞത് ഓഫീസ് അവേഴ്സിൽ എനിക്ക് സമയം കിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ആ ബാച്ചിന്റെ ലിസ്റ്റിലും ഒന്ന് എടുത്തു തരും എന്നാണ് ഇവരോട് പറഞ്ഞത്. പക്ഷേ അത് വൈകി. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഇതിലെ പ്രധാന സംഘാടകർ. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും 1 മുതൽ 10 വരെ വിളിച്ചു പിടിച്ച് 10ാം ക്ലാസ്സിലേക്ക് കൂട്ടുകെട്ട് പിടിക്കാൻ വേണ്ടി മനഃപൂർവ്വം 2 ക്ലാസ്സുകളിലേക്ക് മാറ്റിയ നമ്മുടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അനിൽബാബു വരുന്നത്. അനിൽബാബുവിനോട് പറഞ്ഞ അനിൽബാബു നോക്കാൻ പിരിയാ പറഞ്ഞത് അപ്പം തന്നെ അവൻ എഴുതുന്നതിന് സമയമായിരുന്നു. അപ്പം തന്നെ എഴുതി എല്ലാവരെയും അറിയിച്ച് പരമാവധി വരെ ഒരു 19 വരെ അതിന്റെ മീറ്റിംഗിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഓരോ നിമിഷവും ഇതിനു വേണ്ടി പ്രവർത്തിച്ച് അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബജീവിതം മറ്റു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അതോടൊപ്പം ഈ ബാച്ച് ഗേറ്റിന്റെ എല്ലാ പരിപാടികളും സഹകരിച്ചുകൊണ്ട് പോകുവാൻ കഴിഞ്ഞു. എങ്കിലും നമ്മളാരും ആശിച്ച രീതിയിലല്ല, നമ്മൾ ആരും ആഗ്രഹിച്ച രീതിയിലുള്ള സദസ്സല്ല എന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയുന്നതിൽ ദുഃഖമുണ്ട്. കാരണം അത്രയേറെ എത്രയേറെ സുഹൃത്തുക്കൾ ഗൾഫിലുള്ള പ്രദീപിനെ പോലെയുള്ള അലിബാബിനെ പോലെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, ജോസിനെ പോലെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഇതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നാട്ടിലെത്തിയപ്പോൾ നമ്മുടെ ഈ നാട്ടിലുള്ള പല സുഹൃത്തുക്കളും ഇതിൽ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളൊരു സങ്കടം ഈ അവസരത്തിൽ പറയുകയാണ്. ഞാൻ കൂടുതൽ അധികം പറയുന്നില്ല. നമ്മളെല്ലാം നമ്മൾ മാതാപിതാക്കളെക്കാളേറെ ബഹുമാനിച്ചിരുന്ന അധ്യാപകരാണ് ഈ 30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ മാതാപിതാക്കളെക്കാളേറെ ഞാനിവരെ ബഹുമാനിക്കുന്നു. നമ്മൾ ഓരോരുത്തരും നമ്മുടെ അധ്യാപകരെ ബഹുമാനിക്കുന്നു. പാഠ്യപുസ്തകത്താളുകൾക്കൊപ്പം അവരുടെ സ്നേഹവും ആത്മാർത്ഥതയും ഹൃദയവും ചേർത്ത് വെച്ചുകൊണ്ടാണ് അവർ അന്ന് നമ്മളെ പഠിപ്പിച്ചിരുന്നത് എന്ന് ഈ അവസരത്തിൽ നമ്മൾ ഓർക്കുകയാണ്. ഈ അവസരത്തിൽ അവരെ എത്തിക്കൊണ്ട് കൂടുതൽ പറയുന്നതിന് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പ്രിയങ്കരനായ PTA പ്രസിഡന്റ് ശ്രീ ബാലകൃഷ്ണനെ ഈ വേദിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ക്ഷണിക്കുകയാണ്. അധ്യാപകരും ടീച്ചർമാരും ഒക്കെ എത്തിയിട്ടുള്ളൊരു വേദിയാണ്. നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ നടക്കുന്നുണ്ട്. ആദ്യത്തെ SSLC ഫസ്റ്റ് ബാച്ച് ഞങ്ങൾ 85 ബാച്ചിന്റെ ഒരു വിദ്യാർത്ഥി പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം നടന്നത് 2 വർഷം മുമ്പാണ്. അതിനു മുമ്പേ നമുക്ക് ശേഷം പോയ പലരും കുടുംബ സംഗമങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട്, പുറത്തും നടക്കാറുണ്ട്. പക്ഷെ കഴിഞ്ഞ ഞങ്ങളുടെ ബാച്ചിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് ഒരു 1-1.5 വർഷത്തെ ഒരു തയ്യാറെടുപ്പിന് ശേഷമാണ് കുടുംബസംഗമം. വിദേശത്തുനിന്ന് 3-4 സുഹൃത്തുക്കൾ ആ പരിപാടിക്ക് വരുമോ? പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഞങ്ങളുടെ ഒപ്പം പഠിച്ച് നമ്മുടെ നാട്ടില് ഉള്ള പലരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലേ. അപ്പൊ ഇതൊരു ആവർത്തനം തന്നെയാണ്. ഇനിയിപ്പോ അടുത്ത ബാച്ച് സംഘടിപ്പിക്കുമ്പോഴും ഇതൊക്കെ തന്നെ സംഭവിക്കും. ഇതിനോടൊരു താല്പര്യം നമ്മളോടൊപ്പം പഠിച്ച അന്ന് ഞാൻ 30 വർഷങ്ങൾക്ക് ശേഷം കണ്ടവരുണ്ട്. അപ്പൊ നമ്മളോടൊപ്പം പഠിച്ച അതിനുശേഷം ഇവിടെ വന്നിട്ടുള്ള അധ്യാപകരുടെ നിരയിൽ ഇനി ആരും തന്നെ ശേഷിപ്പിക്കാറുള്ളത് തോന്നുന്നു. ഏറെക്കുറെ ഈ വർഷത്തോട് 8 പേര് ഈ വർഷം അതിനുശേഷം നമ്മൾ ഈ വിദ്യാലയത്തിൽ വന്നതിന് ശേഷം ഉള്ള അധ്യാപകരെ നമ്മൾ വിദ്യാർത്ഥികളായിട്ട് അപ്പോ നമുക്ക് നമ്മളാണ് സീനിയർ. തീർച്ചയായിട്ടും അധ്യാപകരല്ല, സീനിയർ നില മൊത്തം ചെയ്തു പോയി. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ 2 കുട്ടികൾ പഠിക്കുന്നത് ഇവിടെ തന്നെയാണ്. ഇപ്പോൾ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഈ വിദ്യാലയമായിട്ട് എന്റെ കുട്ടിയെ നമ്മുടെ വിദ്യാലയത്തിൽ ചേർന്ന് ഇവിടുത്തെ വിദ്യാഭ്യാസം ഞാൻ കഴിഞ്ഞു പോയതിനു ശേഷം നമ്മളിവിടെ പലപ്പോഴും നമുക്കിവിടെ വരേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ അനന്തപുരത്ത് തന്നെയാണ് എന്നുള്ളതുകൊണ്ട് ഇവിടുത്തെ എന്തൊരു പരിപാടിയും നമ്മൾ ഭാഗമാക്കാറുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ ചേർത്തിക്കൊണ്ട് കൂടുതൽ
ഓഫീസറുടെയാണ്. ഈ നാട്ടുകാരുടെ എല്ലാ സപ്പോർട്ടും ഈ വിദ്യാലയത്തിനുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പൂർണ്ണ വിദ്യാർത്ഥികളെല്ലാം ഒരു കാര്യം പറയാനുള്ളൂ. നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കരുത്. 10-30 വർഷം മുമ്പ് നമ്മുടെ രക്ഷിതാക്കൾക്ക് ഈ വിദ്യാലയത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് ഇവിടെ ചേർത്തി നമ്മുടെ 30 വർഷം മുമ്പ് 30 വർഷമായിട്ട് പോയിട്ട് 40 വർഷം മുമ്പ് 1-ാം ക്ലാസ്സിൽ ഇവിടെ പഠിച്ചവരുണ്ടാവും. ഞാൻ 1-ാം ക്ലാസ്സോടുകൂടിയല്ല പഠിച്ചത്, 5-ാം ക്ലാസ്സോടാണ് ഞാൻ പഠിച്ചത്. അപ്പൊ 40 വർഷം മുമ്പത്തെ ആനന്ദത്തെ സ്ഥിതിയല്ല ഇപ്പോഴും. നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികളെ ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ ആരും വേറെ രീതിയിലൊന്നും കാണരുത്. നമ്മൾക്ക് എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഈ പൊതുവിദ്യാലയത്തിലേക്ക് അയക്കാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യം തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ആവുന്നതിന്റെ പരമാവധി സൗകര്യങ്ങളോടുകൂടി തന്നെയാണ് നല്ല ഇടപെടലുകൾ ഉണ്ടാകുന്നത്. നമുക്ക് കൂടുതൽ ആവശ്യങ്ങളുണ്ട് എന്നത് ശരിയാണ്. പക്ഷെ എല്ലാ ആവശ്യങ്ങളും ഒറ്റയടിക്ക് നമുക്ക് നിറവേറ്റാൻ കഴിയില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ വിദ്യാലയത്തോട് ചില കടപ്പാടുകളുണ്ട്. നമ്മളൊരു വർഷത്തിലൊരിക്കലോ മറ്റൊരു ഒരു സഹായം ആഗ്രഹിക്കുന്നുണ്ട്. പൊതുസമൂഹം, ഒരു പൊതുവിദ്യാലയം എന്ന രീതിയിൽ പൊതുവിദ്യാലയം നിലനിർത്തുന്നതിന് വേണ്ടി സർക്കാർ നല്ല രീതിയിൽ ഇടപെടുമ്പോൾ നമ്മളുടെയും കടമ, ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കണം. ഈ വിദ്യാലയത്തിന് എന്തെങ്കിലുമൊക്കെ ഈ ബാച്ചിന് സംഭാവന ചെയ്യാൻ കഴിയുമെങ്കിൽ അതിന് നിങ്ങൾ മുന്നോട്ട് വരണം എന്ന് മാത്രം ഈ വിദ്യാലയത്തിലെ രക്ഷാകർത്തൃ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ആശംസാ പ്രസംഗം അവസാനിപ്പിക്കും. ആശംസകൾ അർപ്പിച്ചുകൊണ്ടും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടും സംസാരിക്കുന്നതിന് ക്ഷണിക്കുന്നു. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘമാണെന്ന് പറഞ്ഞ് അനിതാബു കമന്റ അനിതാബിന് എനിക്ക് ഓർമ്മയുണ്ട്, മറ്റുള്ളവരെ എനിക്ക് ഓർമ്മയില്ല. പിന്നെ ചോദിച്ചപ്പോൾ ഒരു വിവരം പറഞ്ഞു. ഇങ്ങനെയൊരു ഒന്ന് സംഘടിപ്പിച്ചത് എല്ലാവരെയും കാണാനും സൗഹൃദം പങ്കിടാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് ഞാൻ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഉദാഹരണമായിട്ട് എല്ലാവരെയും കാണാൻ ഇങ്ങനെയൊരു അവസരം കിട്ടിയതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. അതിലെനിക്ക് അതിയായ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. കഴിയാതിരുന്നാണ് നമ്മുടെ മാഷ് ഈ വേദിയിൽ ക്ഷണിച്ചു. അന്ന് നിങ്ങളുടെ ബാച്ചിൽ ആ സമയത്ത് പഠിപ്പിച്ചിരുന്ന കുറേയേറെ അധ്യാപകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത്തരം ഒരു സംഗമത്തിന് ആ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നതിനുള്ള സന്തോഷം ആദ്യമേ അറിയിക്കട്ടെ. കമൽദാസ് പറഞ്ഞതുപോലെ 2 പ്രാവശ്യമായി കേൾക്കുന്നതാണ്. ആദ്യത്തെ പ്രാവശ്യം ഒട്ടും സംസാരിക്കുന്നില്ല എന്ന് ചോദിച്ച ആളുകൾ വരട്ടെ എന്നുള്ളത് കൊണ്ട് രണ്ടാമതപ്പോഴേക്കും നമ്മുടെ ബഹുമാന്യനായ മാസ്റ്റർ മാത്യു മാസ്റ്റർ വന്നതുകൊണ്ട് 2 വാക്ക് പറഞ്ഞ് നിർത്തുണ്ടായി. എന്നാലും കൂടുതലൊന്നും പറയാനുള്ള സമയത്തുള്ള ഒരുപാട് ആളുകൾ സംസാരിക്കാനേക്കാളേറെ നിങ്ങൾക്ക് തമ്മിൽ പരിചയപ്പെടാനും ആ ഓർമ്മ പുതുക്കാൻ പരിചയപ്പെടാൻ അത് ഉദ്ദേശിക്കുന്നത് കുടുംബാംഗങ്ങളുമായി പരിചയപ്പെടാൻ ഓർമ്മ പുതുക്കലൊക്കെ ഉണ്ട്. പരിപാടികൾ ഒരുപാടുണ്ട്. എന്തായിരുന്നാലും കഴിഞ്ഞ 2 ആഴ്ച മുൻപാണ് ഹരിദാസ് ഒന്നും പറഞ്ഞത്. കഴിഞ്ഞ വർഷം തന്നെ തീരുമാനിച്ച കാര്യമാണ്. എങ്കിൽ പോലും ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മൾ ദിവസം അടുത്തിരിക്കുന്നു, നമുക്ക് കൂടേണ്ട ദിവസമാകുന്നു എന്ന് പറഞ്ഞ് ഹരിദാസ് വന്നു. തുടർന്ന് എന്റെ നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് മനസ്സിലാക്കി. അപ്പോഴും ഈ ബാച്ചിന്റെ 10A ക്ലാസ് അധ്യാപകനായിരുന്നു ഞാൻ എന്നതിന് പെട്ടെന്ന് മനസ്സിലൊന്നും പോയില്ല. ഈ വന്ന ആളുകൾ പറഞ്ഞില്ല, അവർ പറയുന്നത് എനിക്ക് തോന്നുന്നു ടീച്ചറും സർട്ടിഫിക്കറ്റാണെന്ന് തോന്നുന്നു എന്നാണ് പറഞ്ഞത്. ഇവര് ആ 3 വർഷത്തെയും ആ വർഷത്തെ 3 ക്ലാസ്സുകളിലെയും രജിസ്റ്ററിന്റെ ഫോട്ടോസ്റ്റാറ്റ് വന്നിരുന്നു. അത് എടുത്ത് കൊടുക്കാനായിട്ട് ഏർപ്പാട് ചെയ്തു. അത് ഞാൻ നോക്കിയില്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായി ഈ ബാച്ചിൽ ക്ലാസ് എടുത്ത ഒരാളാണ് എന്ന് എനിക്കറിയാമെങ്കിൽ ക്ലാസ് ചാർജ് ഉണ്ടായിരുന്നു ഓർമ്മപ്പെട്ടെന്ന് പോയില്ല. പക്ഷെ രാവിലെ സെബാസ്റ്റ്യൻ വന്ന് പറയുമ്പോഴാണ്, സെബാസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോഴാണ് എന്തോ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് മിന്നൽ പോലെ
പെട്ടെന്ന് അരയിൽ നിന്നും അന്നത്തെ രജിസ്റ്ററിന്റെ കോപ്പി വാങ്ങി നോക്കി ആ പേരുകളൊക്കെ ഓടിച്ച് വായിച്ച് നോക്കിയപ്പോൾ മുഴുവൻ മനസ്സിലേക്ക് മുഴുവൻ മുഖങ്ങളും വരുന്നില്ലെങ്കിലും ഒരുപാട് ആളുകളുടെ പേരുകൾ ഇവിടെ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ വായിക്കുമ്പോൾ തന്നെ അവിടെ ഇനീഷ്യലുകൾ അത് നോക്കാതെ പറയാൻ പറ്റാവുന്ന ഒരവസ്ഥ. കാരണം എല്ലാവരുടെയും പരമാവധി ആളുകളെ അറിയുന്നതിന് വേണ്ടി പേര് വിളിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്പറൊന്നല്ല പലപ്പോഴും വിളിക്കാതെ പേരുകളൊക്കെ വിളിക്കും. അതുകൊണ്ട് തന്നെ ആദ്യ കാലങ്ങളിലൊക്കെ തന്നെയുള്ള ആളുകളെ അവരുടെ പേരുകൾ കേൾക്കുമ്പോൾ അതിന്റെ ഇനീഷ്യൽ പോലും മനസ്സിലേക്ക് വരുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. 40 കുട്ടികൾ ആ വർഷത്തെ 117 40 കുട്ടികളാണ് അന്ന് NIL ഉണ്ടായിരുന്നത്. അതിലെ പലരെയും ഇന്നത്തെ പോലെ നമ്മുടെ അകലയിൽ നിന്നും വരുന്ന കുട്ടികളുടെ എണ്ണമൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആണ്ടുപുരത്തോ അല്ലെങ്കിൽ മുനിയുടെ പ്രദേശങ്ങളിലൊക്കെ വച്ച് പലപ്പോഴും കാണുന്നവരാണ് ഇതിൽ കുറെ ആളുകൾ. പെൺകുട്ടികളാണെങ്കിലും വിവാഹം കഴിച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോ അത്രയേറെ കണ്ടില്ല എങ്കിൽ പോലും അല്ലെങ്കിൽ ചിലർ ഈ നാട്ടിലൊക്കെ തന്നെ താമസിക്കുന്നത് കൊണ്ട് പലപ്പോഴും ഇവിടെ വന്നു ചേരുന്നത് കൊണ്ട് പലപ്പോഴും പലരെയും കാണാറുണ്ട്. സൂചിപ്പിച്ച പോലെ കുറച്ചൊക്കെ മാറ്റം അവർക്കുണ്ടായിട്ടുണ്ടാകാം. എങ്കിൽ പോലും കുറെ കാലങ്ങളിലെ പേര് പറയുമ്പോഴൊക്കെ മനസ്സിലാക്കാവുന്ന രീതിയിൽ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ആളുകളാണ് എല്ലാവരും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊക്കെ നല്ല ഭാവി ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണെന്ന് ഞങ്ങൾ ക്ലാസ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തത്.